നെല്ല് സംഭരണം സംബന്ധിച്ച പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മന്ത്രിസഭാ ഉപസമിതി ഇന്ന് യോഗം ചേരും. പാലക്കാട് കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ മന്ത്രിമാരായ വി.എൻ. വാസവൻ, എം.ബി. രാജേഷ്, കെ. കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുക്കും. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരും. അങ്ങനെ മില്ലുടമകളുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ കാര്യമായൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മില്ലുടമകളുമായി പലവട്ടം കൃഷിമന്ത്രി ചർച്ച നടത്തി, മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി, പക്ഷെ അവിടെ ഒന്നും പരിഹാരമായിട്ടില്ല. എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ നിർദ്ദേശങ്ങളോട് യാതൊരു തരത്തിലും മില്ലുടമകൾ ഒരു എഗ്രി ചെയ്യാത്ത ഒരു സ്ഥിതിയാണ് എന്ന് തോന്നുന്നു. നമുക്ക് ചോദിക്കാം സാജിദ് അജ്മലിനോട്. സാജിദ്, ജില്ലയിൽ നെല്ല് സംഭരണം എത്രത്തോളം പ്രതിസന്ധിയിലാണ്? ഇന്നിപ്പോൾ മന്ത്രിസഭാ ഉപസമിതി യോഗമൊക്കെ ചേരുകയാണ്. മില്ലുടമകളുമായി ഒരു ധാരണയിലെത്താൻ കഴിയുമെന്ന് തന്നെയാണോ കരുതുന്നത്? സൈഫുദ്ദീൻ, നെല്ല് സംഭരണം ഒരു ഭാഗികമായി ആരംഭിച്ചിട്ടുണ്ട്. അത് പക്ഷേ മൊത്തം കെട്ടിക്കിടക്കുന്ന നെല്ലിന്റെ ഒരു 10% പോലും ആയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നെല്ല് സംഭരണം നടത്തുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. മില്ലുടമകളുമായി പലവട്ടം ചർച്ച നടത്തിയിട്ടും അത് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. മില്ലുടമകൾ വെക്കുന്ന ഡിമാൻഡുകൾ പ്രായോഗികമല്ല എന്നുള്ളതാണ് മന്ത്രിമാർ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ച് നെല്ല് സംഭരണം നേരത്തെ പല സമയത്തും നടന്നിട്ടുണ്ട്. അത് ഈ വ്യാപകമായി അത്തരം ഒരു നീക്കമാണ് നടക്കുന്നത്.